ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സ്റ്റോൺ കണ്ടില്ലേ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അവസാനം ഞാനൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുക എന്ന തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെയർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ ഇതുപോലെയുള്ളൊരു ബട്ടർഫ്ലൈയുടെ സ്റ്റെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെൻസിൽ നമ്മൾ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഗ്ലിറ്റർ ഇല്ലാത്ത ഭാഗത്ത് ഈ ഒരു പേപ്പർ സ്റ്റെൻസിലിനെ ഇതുപോലെ വെക്കുന്നുണ്ട്. എന്നിട്ടൊരു പേനയോ പെൻസിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു കത്രിക വെച്ചിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് ഹെയർ ബാൻഡുകളുടെ മേക്കിംഗ് വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോൺ ലേസാണ് എടുത്തിരിക്കുന്നത്. സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ബട്ടർഫ്ലൈൻ്റെ അറ്റത്തിലൂടെ ഇതുപോലെ നമ്മുടെ B7000 ഗ്ലൂ എന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ എൻഡിലൂടെ ഇതുപോലെയാണ് ഗ്ലൂ അപ്ലൈ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലൂടെ നമ്മുടെ സ്റ്റോൺ ലേസിനെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല ശ്രദ്ധിച്ചിട്ട് നമ്മൾ ബട്ടർഫ്ലൈയുടെ അറ്റത്തിലൂടെ ആയിട്ടാണ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് അതുപോലെ സ്റ്റോൺ ലേസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു പീസ് സ്റ്റോൺ ലേസ് ഒട്ടിച്ച് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈയിൽ ഫുള്ളായിട്ട് ഇതുപോലെ കുറച്ച് അകലം വിട്ടിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റോണില്ലേ അതിനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എനിക്ക് ഈ ഒരു സ്റ്റോൺ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവസാനം ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാമെന്ന് തീരുമാനത്തിലെത്തിയത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്ങനെ നമ്മൾ ഒരു ഭാഗത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തു കൂടെ അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ സിമ്പിളായിട്ടൊരു ബട്ടർഫ്ലൈ ഹെയർ ബാൻഡാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഹെവി ആയി പോയിട്ടോ. നിങ്ങളത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈയിൽ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഇത് സിമ്പിളായിട്ടൊരു ക്ലിപ്പാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഒരു ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ളൊരു വൈറ്റ് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഒരു വശത്തേക്ക് മാറിയിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈനെ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. B7000 ഗ്ലൂ വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ബട്ടർഫ്ലൈ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നുകൂടി ആഡ് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഹെവി ആയിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിലുള്ള സാറ്റിൻ റിബൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ നോർമൽ സാറ്റിൻ റിബൺ അല്ല, കുറച്ചുകൂടി കട്ടിയിൽ വരുന്നൊരു സാറ്റിൻ റിബൺ ആണ്. 1 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഇതിൽ നിന്ന് നമ്മളൊരു 10 സെൻറ്റിമീറ്റർ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു സൂചി എടുത്തിട്ടുണ്ട്. അതിലൂടെ നൂല് കൊടുത്തിട്ട് രണ്ടറ്റവും കൂട്ടിയിട്ട് കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ റിബൺ വെച്ചിട്ട് ഒരു നോർമൽ ബോ ചെയ്തെടുക്കുകയാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇതുപോലെ സെൻറ്റർ ഭാഗം മടക്കിയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ശേഷം രണ്ട് ഭാഗത്തു നിന്നും ഇതുപോലെ സെൻറ്റർ ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പകുതിയാക്കിയിട്ടൊന്ന് മടക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് വശത്തു നിന്നും ഇതുപോലെ താഴേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സൂചി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ബോയുടെ സെൻറ്റർ ഭാഗത്തിലൂടെ ഇതുപോലെ സൂചി ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു നൂല് വെച്ചിട്ട് നമ്മുടെ ബോയുടെ സെൻറ്റർ ഭാഗത്തിലൂടെ ഇതുപോലെ 2-3 പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ സൂചി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ബാക്കി വരുന്ന ഭാഗം ഒന്ന് ലോക്കിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലൊരു ബോ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിലാണ് ഞാൻ ഹെയർ ബാൻഡിൽ ഒട്ടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ക്ലിപ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കേട്ടോ. ഇതുപോലെ നമ്മൾ ബോ ചെയ്തെടുത്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു പീസ് കൂടെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോയുടെയും ബട്ടർഫ്ലൈയുടെയും ഗ്യാപ്പിൽ നമ്മളൊരു ഫോം ഫ്ലവറും ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെയുള്ളൊരു വൈറ്റ് പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ താഴെ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ പേപ്പർ ക്യാൻവാസോ ഫെൽറ്റ് ഷീറ്റൊക്കെ വെച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൽ അത് സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടി നിന്നോളും. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.